നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ പോലീസിന് കോടതിയുടെ നിർദ്ദേശം. അരളി വീണ്ടും വില്ലനാകുന്നു. പത്തനംതിട്ടയിൽ അരളി തിന്ന് പശുവും കിടാവും ചത്തു. താപനില ഇനിയും ഉയരും. പാലക്കാട് നിയന്ത്രണങ്ങൾ തുടരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം. പാർക്കിൽ കളിക്കവേ 5 വയസ്സുകാരിയെ ആക്രമിച്ച് റോഡ് വീലർ. ഗുരുതര പരിക്ക്. അഴിച്ചുവിട്ട ഉടമ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് കോടതി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിനോടാണ് കോടതി നിർദ്ദേശിച്ചത്. മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ, സഹോദര ഭാര്യ എന്നിവർക്കെതിരെയും കേസെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതുകൊണ്ടാണ് യദു കോടതിയെ സമീപിച്ചത്. ജോലി തടസ്സപ്പെടുത്തിയതിന് മേയർക്കെതിരെയും ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിന് MLAയ്ക്കുമെതിരെയാണ് യദു പരാതി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയിൽ മേയർക്കും MLAയ്ക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ CJM കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പോലീസ് നടപടി. നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ, പൊതുജനശല്യം, അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനാണ് നിർദ്ദേശം. അടൂർ തെങ്ങമത്ത് അരളിച്ചെടിയുടെ ഇല തിന്ന് പശുവും കിടാവും ചത്തു. 2 ദിവസം മുൻപാണ് സംഭവം. തെങ്ങമം മഞ്ജു ഭവനത്തിൽ പങ്കജവല്ലിയുടെയും വീട്ടിലെ പശുവും കിടാവുമാണ് ചത്തത്. സമീപത്തെ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റയ്ക്കൊപ്പം അബദ്ധത്തിൽ നൽകിയതാണ് മരണകാരണം. പശുവിനെ ദഹനക്കേടാണെന്ന് പറഞ്ഞ് പങ്കജവല്ലിയമ്മ മൃഗാശുപത്രിയിൽ എത്തിയിരുന്നു. ചക്ക കഴിച്ചതിനെ തുടർന്ന് ദഹനക്കേടുണ്ടായി എന്നായിരുന്നു ആദ്യത്തെ സംശയം. എന്നാൽ മരുന്നുമായി വീട്ടിലെത്തിയ പങ്കജവല്ലിയമ്മ കണ്ടത് പശുക്കിടാവ് ചത്തുകിടക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസം തള്ളപ്പശുവും ചത്തു. എന്നിട്ടും എന്താണ് കാരണമെന്ന് മനസ്സിലായിരുന്നില്ല. സാധാരണ ദഹനക്കേട് മരുന്ന് കൊടുത്താൽ മാറാവുന്നതാണ്. ഇത്തവണ മരുന്ന് കൊടുത്തിട്ടും മാറാതെ വന്നതോടെ പശുവിനെ കുത്തിവെപ്പും എടുത്തിരുന്നു. കുത്തിവെപ്പ് എടുക്കാൻ സബ് സെന്ററിൽ നിന്ന് ഇവരുടെ വീട്ടിലെത്തിയ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വീടിന് സമീപത്ത് അരളി കണ്ടിരുന്നു. ഇത് സംശയത്തിന് കാരണമായി. ചത്ത പശുക്കളുടെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അരളിച്ചെടിയുടെ ഇല തിന്നതാണ് മരണകാരണമെന്ന് വ്യക്തമായി. സൂര്യ സുരേന്ദ്രൻ എന്ന 24-കാരിയുടെ മരണം അരളിപ്പൂവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അരളിപ്പൂവ് കഴിച്ച് പശുവും കിടാവും ചത്തത്. പാലക്കാട് ജില്ലയിൽ ഇനിയും താപനില ഉയരുമെന്നതിനാൽ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് അറിയിപ്പ്. യെല്ലോ അലേർട്ടാണ് നിലവിൽ ജില്ലയിലുള്ളത്. 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. മെയ് 6 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. ഇക്കാരണത്താൽ തന്നെ മെയ് 8 വരെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരണമെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം. പ്രൊഫഷണൽ കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ട്യൂട്ടോറിയൽസ്, അഡീഷണൽ ക്ലാസുകൾ, സമ്മർ ക്ലാസുകൾ ഒന്നും പാടില്ല. ക്ലാസുകൾ ഓൺലൈനായി നടത്താനാണ് നിർദ്ദേശം. കായിക പരിപാടികൾ, പരേഡുകൾ എന്നിവ രാവിലെ 11 മുതൽ 3 വരെയുള്ള സമയം പാടുള്ളതല്ല. പൊതുജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡ് വീലർ നായ്ക്കളുടെ ആക്രമണത്തിൽ ചെന്നൈയിൽ 5 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കെയാണ് കുട്ടിയെ 2 നായ്ക്കൾ ആക്രമിച്ചത്. കുട്ടിയുടെ തലയിലാണ് കടിയേറ്റത്. കരച്ചിൽ കേട്ട് ഓടിയെത്തിയവരാണ് കുട്ടിയെ രക്ഷിച്ചത്. നായ്ക്കളുടെ ഉടമയെയും നായ്ക്കളെ പരിപാലിക്കുന്ന 2 പേരെയും അറസ്റ്റ് ചെയ്തു. ചെന്നൈയിലെ പാർക്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് 2 റോഡ് വീലർ നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. ചെന്നൈ 1000 ലൈറ്റ് ഏരിയയിലെ പാർക്കിലാണ് സംഭവം നടന്നത്. സുദക്ഷ എന്ന 5 വയസ്സുകാരിയാണ് ആക്രമിക്കപ്പെട്ടത്. പാർക്കിലെ സുരക്ഷാ ജീവനക്കാരന്റെ മകളാണ് കുട്ടി. പാർക്കിലെത്തിയ ശേഷം ഉടമ നായ്ക്കളെ അശ്രദ്ധമായി അഴിച്ചുവിട്ടെന്ന് പോലീസ് പറഞ്ഞു. നായ്ക്കൾ കുട്ടിയെ ആക്രമിച്ചിട്ടും ഇടപെട്ടില്ലെന്ന് പരാതിയുണ്ട്. നായ്ക്കളുടെ ഉടമയെയും പരിപാലിക്കുന്ന 2 പേരെയും അറസ്റ്റ് ചെയ്തെന്ന് സീനിയർ പോലീസ് ഓഫീസർ ശേഖർ ദേശ്മുഖ് പറഞ്ഞു. പാർക്കിലെ CCTVയിൽ ആക്രമണ ദൃശ്യം പതിഞ്ഞു. സുദക്ഷ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പീറ്റ് ബുൾ, അമേരിക്കൻ ബുൾഡോഗ്, റോഡ് വീലർ, മാസ്റ്റിഫസ് എന്നിവയുൾപ്പെടെ 23 ഇനം നായ്ക്കളുടെ വിൽപ്പനയും പ്രജനനവും നിരോധിക്കാൻ മാർച്ചിൽ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഇനങ്ങളെ വളർത്തുന്നവർ ഉടനെ ഇവയെ വന്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു.